കരുണയുടെ തിരുനാളിനായി നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ്. കരുണയുടെ നൊവേനയിലും ചേർന്ന് ദൈവാനുഗ്രഹം പ്രാപിക്കുന്ന ദിവസങ്ങളാണ്. നമ്മൾ ഇന്ന് ധ്യാനിക്കുന്ന വിഷയം, കരുണയില്ലാത്തവർക്ക് കരുണ പ്രതീക്ഷിക്കാൻ പറ്റുമോ? നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ഞാൻ കരുണ കാണിക്കുന്നില്ലെങ്കിൽ എനിക്കെങ്ങനെ ദൈവത്തിൽ നിന്നും കരുണ പ്രതീക്ഷിക്കാൻ പറ്റും? യാക്കോസ്ലിയ 2-ാം അധ്യായം 13-ാമത്തെ വചനമാണ് ഈ കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. കാരുണ്യരഹിതരുടെ മേൽ കാരുണ്യരഹിതമായ വിധി ഉണ്ടാവും. നാം കരുണ കാണിക്കുന്നവരാണെങ്കിൽ ഭയപ്പെടേണ്ടതില്ല. പ്രത്യാശയോടെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ പറ്റും. ദൈവം നമ്മോട് കരുണ കാണിച്ചിരിക്കും. മറ്റുള്ളവരിൽ നിന്നാണേലും കരുണ ലഭിക്കുന്നതിന് അത് സഹായമാകും എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് 5 കാര്യങ്ങൾ നമ്മൾ കൊടുത്താൽ കിട്ടും എന്ന് ദൈവവചനം കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. അതിലൊന്നാണ് കരുണ. കരുണ മറ്റുള്ളവരോട് കാണിക്കാൻ സാധിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ കരുണ ലഭിക്കും. കാരുണ്യപൂർവകമായ ഒരു വിധി അവർക്കുണ്ടാകും എന്നുള്ളത് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. 5 കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരിക്കുന്നത് നല്ലതാണ്. ഒന്നാമത്തെ കാര്യം സ്നേഹം. നമുക്കറിയാം, സ്നേഹം കൊടുത്താൽ കിട്ടും എന്നുള്ളത് കർത്താവ് കൃത്യമായിട്ട് വചനത്തിൽ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 15-12-ാമത്തെ വചനം എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. പരസ്പരം സ്നേഹിക്കുക എന്നുള്ളത് ഒരു കൽപ്പന പോലെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതാണ്. 1 യോഹന്നാൻ 3:11, 4:11 എടുത്താൽ ഈ കാര്യം വ്യക്തമായിട്ട് കർത്താവ് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. സുഭാഷിതങ്ങൾ 30:23 എടുക്കുമ്പോൾ സ്നേഹിക്കപ്പെടാത്ത ഒരു വ്യക്തിയുടെ അവസ്ഥ അവിടെ പറഞ്ഞിട്ടുണ്ട്. സ്നേഹിക്കപ്പെടാത്ത ഭാര്യ ഭൂമിയെ പ്രകമ്പനം കൊള്ളിക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ട് സ്നേഹം കൊടുക്കുമ്പോഴാണ് ആ സ്നേഹം കിട്ടാനുള്ള സാധ്യത എന്നത് നാം വിസ്മരിക്കരുത്. രണ്ടാമത്തെ കാര്യമാണ് ബഹുമാനം. എഫേസസ് 5-ാം അധ്യായം 22 മുതൽ വായിക്കുമ്പോൾ ഈ 2 കാര്യങ്ങളും അവിടെ പറഞ്ഞിട്ടുണ്ട്. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലുണ്ടായിരിക്കേണ്ട 2 കാര്യങ്ങൾ, സ്നേഹം, ബഹുമാനം. ഭാര്യയ്ക്കും ഉണ്ടാകണം, ഭർത്താവിനും ഉണ്ടാകണം. അങ്ങനെയെങ്കിൽ അവരുടെ വിവാഹ ജീവിതം അനുഗ്രഹപ്രദമാകും. നമുക്ക് മറ്റുള്ളവർക്ക് ബഹുമാനം കൊടുക്കാൻ സാധിക്കുമ്പോഴാണ് മറ്റുള്ളവരിൽ നിന്നും നമുക്ക് ബഹുമാനം ലഭിക്കുന്നത്, ബഹുമാനം എടുക്കാൻ പറ്റുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. ഫിലിപ്പിയർ 2-ാം അധ്യായം ഫിലിപ്പിയർ 2-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വചനം, കർത്താവിൻ്റെ നാമത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവരെ ബഹുമാനിക്കുവിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മെല്ലാവരും ദൈവമക്കൾ കർത്താവിൻ്റെ നാമത്തിൽ ശുശ്രൂഷ ചെയ്യാൻ വിളിക്കപ്പെട്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പരസ്പരം ബഹുമാനിക്കുന്നവരായിട്ട് മാറണം. എഫേസസ് 5:33 നമ്മൾ കാണുന്നുണ്ട്, ഭാര്യ ഭർത്താവിനെ ബഹുമാനിക്കണം. 1 പത്രോസ് 3:7 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, ഭർത്താവ് ഭാര്യയെ ബഹുമാനിക്കണം. ഭാര്യ ഭർത്താക്കന്മാർക്കും നമുക്ക് എല്ലാവർക്കും ആവശ്യമായ ഒരു കാര്യമാണ് മറ്റുള്ളവരെ ബഹുമാനിക്കുക എന്നുള്ളത്. 3-ാമത്തെ കാര്യമാണ് ക്ഷമ. ക്ഷമ കൊടുത്താൽ ക്ഷമ കിട്ടും. നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോൾ ദൈവം നമ്മുടെ തെറ്റുകളും പാപങ്ങളും ക്ഷമിക്കും എന്നുള്ളത് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മത്തായി 18:35, ഞാൻ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ക്ഷമിക്കേണ്ടതായിരുന്നില്ലേ? ഞാൻ നിങ്ങളോട് കരുണ കാണിച്ചതുപോലെ നിങ്ങളും കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ? ദൈവവചനം നമ്മോട് ചോദിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പ്രഭാഷകൻ 28:3-ാമത്തെ വചനം കൂടി എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, അയൽക്കാരോട് പകവെച്ച് പുലർത്തുന്നവർക്ക് എങ്ങനെ കർത്താവിൻ്റെ കരുണ പ്രതീക്ഷിക്കാൻ പറ്റും? ക്ഷമിക്കാൻ സന്മനസ്സുള്ളവർക്കാണ് ദൈവത്തിൽ നിന്നും ക്ഷമയും കരുണയും ലഭിക്കുന്നത് എന്നത് നാം തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. 4-ാമത്തേതാണ് അനുസരണം. അനുസരണം നമ്മൾ അങ്ങോട്ട് നടത്തുന്നെങ്കിൽ ദൈവം അതുപോലെ ഇങ്ങോട്ടും ചെയ്തിരിക്കും എന്നുള്ളത് കർത്താവിൻ്റെ വചനം കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 7:6 വായിച്ചാൽ അവിടെ നമ്മൾ കാണുന്നത്, ദൈവം പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് അനുസരിച്ചൊരു വ്യക്തിയാണ് മോശ. 8:13 വരുമ്പോഴോ മോശ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ അനുസരിക്കുന്ന ദൈവത്തെ അവിടെ കാണാൻ പറ്റും. അനുസരണം കൊടുത്താൽ ദൈവം നമ്മൾ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കും എന്നുള്ളതാണ് അതിൻ്റെ സന്ദേശം. സക്കറിയ 7:13 വായിച്ചാൽ അവിടെ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ വിളിച്ചപ്പോൾ നിങ്ങൾ കേട്ടില്ല, അതുകൊണ്ടാണ് നിങ്ങൾ വിളിച്ചപ്പോൾ ഞാൻ കേൾക്കാതിരുന്നത്. അനുസരിച്ചാൽ അതനുസരിച്ചുള്ള അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് വരും എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കണം. നിയമാവർത്തനം 11-ാം അധ്യായത്തിൻ്റെ 27-28 വചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നതും അത് തന്നെയാണ്. 5-ാമത്തെ കാര്യമാണ് സമ്പത്ത്. ഇതും വചനം പറയുന്നുണ്ട്, കൊടുത്താൽ കിട്ടും. സുഭാഷിതങ്ങൾ 11-ാം അധ്യായത്തിൻ്റെ 24-25 വചനങ്ങൾ അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഒരുവൻ ഉദാരമായി നൽകുന്നു, അവൻ്റെ സമ്പത്ത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. മറ്റൊരുവൻ കൊടുക്കേണ്ടത് പോലും കൊടുക്കാതെ പിടിച്ചു വയ്ക്കുന്നു, അവൻ്റെ ദാരിദ്ര്യം ഒരിക്കലും തീരുന്നില്ല.
സമ്പത്ത് ദൈവം തന്നതാണ്. അത് നമ്മൾ ദൈവം പറയുന്നത് പോലെ നൽകാൻ തയ്യാറാകുമ്പോൾ നമ്മുടെ സമ്പത്ത് വർദ്ധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ആത്മീയ സമ്പത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കും എന്നുള്ളത് നാം തിരിച്ചറിയണം. മറ്റൊരു കാര്യം, ദൈവം ബലിയേക്കാൾ ഇഷ്ടപ്പെടുന്ന ഒരു ബലിയുണ്ട്. സാധാരണ നമ്മൾ ചിന്തിക്കുന്ന ബലിയർപ്പണം, അതിനേക്കാൾ ദൈവത്തിന് പ്രീതികരമാകുന്ന ഒരു പരമോന്നത ബലിയെക്കുറിച്ച് വചനം പഠിപ്പിക്കുന്നുണ്ട്. അതാണ് നന്മ ചെയ്യുന്നതും നമുക്കുള്ളത് പങ്കുവയ്ക്കുന്നതും. ഒപ്പം നമ്മൾ മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നത്. അതാണ് വചനങ്ങൾ എടുക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാവും. മത്തായി 9:13 ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം നിങ്ങൾ പോയി പഠിക്കാനാണ് പറഞ്ഞത്. ഹെബ്രായ ലേഖനം 13:16 എടുത്താൽ നന്മ ചെയ്യുന്നതിലും നിങ്ങൾക്കുള്ളവ പങ്കുവയ്ക്കുന്നതിലും ഒരിക്കലും വീഴ്ച വരുത്തരുത്, അത്തരം ബലികൾ കർത്താവിന് പ്രീതികരമാണ്. പ്രഭാഷകൻ 35:3-4 വചനങ്ങൾ എടുക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നൊരു കാര്യം, പ്രഭാഷകൻ 35:3-4 കരുണ കാണിക്കുന്നത് ധാന്യബലിക്ക് തുല്യമാണ്, ഭിക്ഷ കൊടുക്കുന്നത് കൃതജ്ഞതാ ബലിയാണ് എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രഭാഷകൻ 34:24 അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം വലിയൊരു മുന്നറിയിപ്പാണ്. ദരിദ്രന്റെ സമ്പത്ത് തട്ടിയെടുത്തിട്ട് ബലിയർപ്പിക്കുന്നവൻ അപ്പൻ്റെ മുമ്പിൽ വെച്ച് മകനെ കൊല്ലുന്നതിന് തുല്യമാണ്. ഒരു കാരണവശാലും അങ്ങനെ ഒരു കാര്യത്തിലേക്ക് നമ്മൾ പോകരുത് എന്നുള്ളത് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുക. അവസാനമായിട്ട് മത്തായിയുടെ സുവിശേഷം 5:7 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഈ ഒരു ബോധ്യത്തോടു കൂടി നമുക്ക് കരുണയുടെ നൊവേനയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. നമ്മൾ ഇന്ന് പ്രത്യേകം നിയോഗമായിട്ട് വയ്ക്കുന്നത് അവിശ്വാസികളും അന്ധവിശ്വാസികളും ദൈവത്തെ അറിയാനും അനുദമിക്കാനും ഇടവരുന്നതിന് വേണ്ടിയാണ്. മറ്റെന്തിനേയും കാൾ ലോകത്തിന് ഇന്നാവശ്യം ദൈവകരുണയാണെന്ന് വിശുദ്ധ ഫൗസ്റ്റീനായിക്ക് വെളിപ്പെടുത്തിയ യേശുവേ, ഞങ്ങളെയും ലോകം മുഴുവനെയും നിന്റെ കരുണയാൽ നിറയ്ക്കണമേ. നിന്നിൽ നിന്ന് കരുണ സ്വീകരിക്കാനും മറ്റുള്ളവരോട് കരുണ കാണിക്കാനും ഈ നൊവേനയിലൂടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇന്നിൻ്റെ നിയോഗങ്ങളോടൊപ്പം ഞങ്ങൾ ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളും അങ്ങയെ ഫലമേൽപ്പിക്കുന്നു. കാരുണ്യപൂർവം അവ ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. വിശുദ്ധ ഫൗസ്റ്റീനായെ, വിശുദ്ധ ജോൺ പോൾ പാപ്പായെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഇന്നിൻ്റെ പ്രത്യേക നിയോഗവും നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തെ താഴ്ന്ന സ്വരത്തിൽ സ്തുതിച്ച് ദിവ്യകാരുണ്യ ആശീർവാദത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവേ ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ ഈ പ്രാർത്ഥനാ നിയോഗങ്ങളെല്ലാം അവിടുന്ന് ഏറ്റെടുക്കണമേ. ലോകം മുഴുവന് വേണ്ടി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനാ നിയോഗത്തെയും അവിടുന്ന് പരിഗണിക്കണമേ. ദൈവമേ നന്ദി, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.